വിവാഹാഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ച ശബ്ദം കേട്ട് കണ്ണൂരിൽ കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം. 2 വയസ്സിനടുത്ത് പ്രായമുള്ള കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ കല്യാണത്തിലെ കളികൾ പലപ്പോഴും കാര്യമാകുന്ന കാഴ്ച നമ്മൾ നേരത്തെയും കണ്ടതാണ്. ഇതിപ്പോൾ അത് ബാധിക്കുന്നത് ഒരു കുഞ്ഞിനെയാണ്. എന്താണ് ഉണ്ടായത് അരുൺ? അഷ്മി, തിങ്കളാഴ്ചയാണ് ഈ കല്യാണം നടക്കുന്നത്. പാനൂർ തൃക്കങ്ങോട്ടൂരാണ് ഈ കല്യാണം നടന്നത്. ഞായറാഴ്ചയും ഈ വിവാഹത്തിന്റെ സൽക്കാര പരിപാടികളും ആഘോഷ പരിപാടികളൊക്കെ നടന്നിരുന്നു. ആദ്യമായി ഈ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം നടന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഈ പടക്കം പൊട്ടിച്ച ഇങ്ങനെ ഞെട്ടലുണ്ടായി എന്ന് രക്ഷിതാക്കൾ അവിടെ ആ കല്യാണ വീട്ടിൽ പോവുകയും അവരോട് ആ ബന്ധുക്കളോടൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ അത് മുഖവിലക്കെടുത്തില്ല. പിറ്റേ ദിവസം ആ കല്യാണത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ദിവസവും ഇത്തരത്തിൽ വലിയ ആഘോഷങ്ങൾ ഉണ്ടായി. വലിയ രീതിയിൽ ഉഗ്ര ശബ്ദമുള്ള പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങൾ ഉണ്ടായി. അതിനിടെയാണ് ഈ കുഞ്ഞ് അബോധാവസ്ഥയിലേക്ക് എത്തിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ഇവർ ആശുപത്രിയിലേക്ക് ഈ കുഞ്ഞിനെ മാറ്റുകയും നിലവിൽ ഇപ്പോൾ ആ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ ഈ കുഞ്ഞ് ചികിത്സയിലാണ്. അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. അതായത് ഉഗ്രശേഷിയുള്ള അല്ലെങ്കിൽ ഉഗ്ര ശബ്ദമുള്ള പടക്കം പൊട്ടിച്ചതാണ് ഇതിന് കാരണമെന്നതാണ് ഈ കുഞ്ഞിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് തലേ ദിവസം ഈ കുട്ടിക്ക് ഇങ്ങനെ ഞെട്ടൽ കണ്ട ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യരുത്, മറ്റു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുണ്ട്, വലിയ ശബ്ദമാണെന്ന കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞിന്റെ രക്ഷിതാക്കൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ബന്ധുക്കളോടും ബന്ധപ്പെട്ടവരോടൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ പിറ്റേ ദിവസവും സമാനമായ ആഘോഷം, വലിയ രീതിയിലുള്ള വലിയ ശബ്ദം കേൾക്കുന്ന ആഘോഷം, ഈ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങൾ ഈ സർക്കാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ നടന്നു. ഇതേ തുടർന്നാണ് ഈ കുഞ്ഞിന് ഇപ്പോൾ ഈ ഗുരുതരമായി തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ ഐസിയുവിൽ ചികിത്സയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കല്യാണ ആഘോഷവേളകളിലൊക്കെ ഇത്തരം പടക്കം പൊട്ടിക്കലും ഇവരോട് പറഞ്ഞതാണോ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നമുണ്ട്, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടും അവർ പൊട്ടിച്ചു എന്നാണോ? അങ്ങനെയെങ്കിൽ അത് കുറച്ചുകൂടി കഷ്ടമാണ് അരുൺ. ആഷ്മി, അങ്ങനെ തന്നെയാണ്. നമ്മൾ ബന്ധുക്കളോട് സംസാരിച്ചിരുന്നപ്പോൾ അവർ പറയുന്നത് ഞായറാഴ്ച ഈ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി ഈ പരിപാടികൾ നടക്കുന്നതിനിടെ, തലേ ദിവസത്തെ പരിപാടി നടക്കുന്നതിനിടെ ഈ പടക്കം പൊട്ടിച്ച ആഘോഷം ഉണ്ടായിരുന്നു. അത് ആ ആഘോഷം നടക്കുന്നതിനിടെ കുട്ടിക്ക് ഞെട്ടലുണ്ടായി, വലിയ ഞെട്ടലുണ്ടായി. അതിനിടെ ഈ ബന്ധുക്കൾ, അതായത് ഈ കുഞ്ഞിന്റെ രക്ഷിതാക്കൾ ഈ ബന്ധുക്കളോട് പോയി കൃത്യമായി പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, ഇത്തരം ആഘോഷങ്ങൾ അത് തടയണം, നിങ്ങൾ തന്നെ ഇടപെട്ട് തടയണം. അവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെയാണ് ഈ ആഘോഷത്തിന് നിയന്ത്രിക്കുന്നത്, അത് തടയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് തടയുന്ന സാഹചര്യം ഉണ്ടായില്ല. പിറ്റേ ദിവസം അതിനേക്കാൾ വലിയ രീതിയിലുള്ള ആഘോഷമാണ് ഉണ്ടായത്. വലിയ ശബ്ദമുള്ള പടക്കങ്ങളൊക്കെ, ഉഗ്രശേഷിയുള്ള പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആഘോഷമുണ്ടായി. അതിനിടെയാണ് ഈ കുഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അങ്ങേയറ്റം സങ്കടകരമാണ്. ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ പലപ്പോഴും അതിർവിടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ബോംബ് പൊട്ടുന്ന പോലെയുള്ള സമാനമായ പടക്കം ഒക്കെ പൊട്ടിക്കുമ്പോൾ അവിടെ വയോധികരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക എന്ന് പറയുന്നത് ബേസിക് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. അതില്ലാതെ വരുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്.